കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുകളിലൂടെ കോൺഗ്രസിലെ ചില പരുന്തുകൾ റാഗി പറക്കുന്നു. പാലാക്കടുത്തുരുത്തി സീറ്റുകൾ ഒഴികെ മറ്റേത് സീറ്റ് കിട്ടിയാലും മത്സരിക്കാമെന്നതാണ് ഇവരിൽ ചിലരുടെയൊക്കെ മനസ്സിലിരിപ്പ്. ഈ ഗ്രൂപ്പിന്റെ ജയിച്ച സീറ്റുകളിൽ പോലും നോട്ടമിട്ടുകൊണ്ട് ഫൈമി കാമുകർ വട്ടത്തിലും നീളത്തിലും പറക്കുന്നു. അതിലേറ്റവും കൂടുതൽ നോട്ടമുള്ളത് റാന്നി സീറ്റിന് വേണ്ടിയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ MLA നില പരുങ്ങലിലാണെന്ന് ചില മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലും മറ്റ് രീതിയിലും പുറത്തു വന്നതോടെ ഈ സീറ്റിന് വേണ്ടി ചില ആളുകൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് കാഞ്ഞിരപ്പള്ളി സീറ്റിനാണ്. കോൺഗ്രസിലെ ചില എണ്ണം പറഞ്ഞ നേതാക്കളാണ് അതിന് പിന്നിലുള്ളത്. അതിനുവേണ്ടി വട്ടം പറക്കുന്നത് മുതിർന്ന നേതാക്കൾ തന്നെയാണ്. പാർട്ടിയുടെ കൈവശം ഇരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം തോറ്റ സീറ്റുകൾ തപ്പി അന്നു മുതൽ പിറകെ നടക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അതിന്റെ ഭാഗമായി വിജയിച്ചു നിൽക്കുന്നത് പിറവത്ത് മുൻ മുനിസിപ്പൽ ചെയർമാനാണ്. 2021 മത്സരിക്കുവാൻ അയാൾ കോപ്പുകുത്തി ഇറങ്ങിയതായിരുന്നുവെങ്കിലും അയാളെ കടത്തിവെട്ടി CPM-കാരിക്ക് കൊടുത്തു. മാത്രമല്ല, ഇയാൾക്കെതിരെ ശക്തമായ എതിർപ്പുകളും ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാന സീറ്റ് പെരുമ്പാവൂരാണ്. 2021 മത്സരിച്ച സ്ഥാനാർത്ഥി പ്രവൃത്തി ഗുണം കൊണ്ട് ഇനി ആ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിക്കാൻ മേലാത്ത അവസ്ഥയിലായി. എന്നാൽ എണ്ണ എങ്കിൽ എണ്ണ കിട്ടുന്നത് പോരട്ടെ എന്ന മട്ടിൽ കോൺഗ്രസിലെ ഒരു മഹാമാരിയെ കൈക്കുമ്പിളിലാക്കി പാർട്ടി ചെയർമാന്റെ മുന്നിൽ എത്തിച്ചുവെന്നാണ് പരദൂഷകർ പറയുന്നത്. കരതീർന്ന ഗാന്ധി ഭക്തനായ ഈ തോറ്റ സ്ഥാനാർത്ഥി ഗാന്ധിയുടെ പടം എവിടെ കണ്ടാലും സവിനയം ഇരുകൈയും കൂപ്പി വണങ്ങുകയും ഭക്തി ആദരവപൂർവ്വം കിട്ടുന്നത് പോക്കറ്റിൽ സ്ഥാപിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന സീറ്റ് ചാലക്കുടിയാണ്. ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. എന്നാൽ ജ്ഞാനപ്പാനയിൽ പറയുന്നത് കണ്ടാലും കൊണ്ടാലും അറിയാത്ത ചിലരെ മാണി കോൺഗ്രസിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നൊരു അല്പപ്രാണിയെ നിർത്തി പരീക്ഷിച്ചു. താക്കോൽ സ്ഥാനീയന്റെ അസുഖമായിരുന്നു അതിനു പിന്നിൽ. ഇപ്പോഴും ആ അസുഖത്തിന് കുറവൊന്നുമില്ല. കോൺഗ്രസിലെ നിലവാരമില്ലാത്തവന്മാരൊക്കെയാണ് മാണി ഗ്രൂപ്പിലേക്ക് ഇരച്ചു കയറുവാൻ പണിയെടുക്കുന്നത്. ചാലക്കുടിയിൽ പുതിയ കോൺഗ്രസ്സുകാരനെ താക്കോൽ സ്ഥാനീയന് മുട്ടിച്ചു കൊടുത്ത കരാറുകാരൻ ആരാണെന്നറിയുവാൻ പാഴൂർ പടിക്കലൊന്നും പോയി കവടി നിർത്തണ്ട, താമസിയാതെ പുറത്തു വരും. ഏതായാലും താക്കോൽ സ്ഥാനീയൻ അതിനുവേണ്ടി ഇറക്കിയിരിക്കുന്ന അടവ് നയം സ്വദേശിവാദമാണ്. ചാലക്കുടിയിൽ ചാലക്കുടിക്കാരൻ തന്നെ വേണമെന്നൊരു വാദവും ഉന്നയിച്ചാണ് വേഷം കെട്ടി പണച്ചാക്കുമായി കളത്തിലിറക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം പാർട്ടിക്കാർ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരള കോൺഗ്രസ്സുകാരായി ഞങ്ങൾ പണിയെടുത്തത്? ഒരു വിഭാഗം നേതാക്കന്മാർ സ്ഥിരമായി സ്ഥാനമാനങ്ങൾ കൈയാളുകയും ബാക്കിയുള്ളവർ പുറം പണിക്കാരെ പോലെ അല്ലെങ്കിൽ ബംഗാളികളെ പോലെ പണിയെടുക്കുകയും ചെയ്യുക. ഇതാണ് ഈ പാർട്ടിയിലെ അലിഖിതമായ ഒരു നയം. പിറവത്തേക്ക് ഒന്ന് എത്തി നോക്കിയാൽ 50 വർഷമായി അവിടെ പാർട്ടിക്ക് വേണ്ടി മരിച്ചു പണിയെടുത്ത ടോമി കെ തോമസിനെ പോലെയുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ കരാർ തൊഴിലാളികളെ പാർട്ടിയിലേക്ക് വിളിച്ചു കയറ്റേണ്ട കാര്യം എന്താണെന്നാണ് വിവരമുള്ളവർ ചോദിക്കുന്നത്. ഇപ്പോൾ വേഷം കെട്ടി നടക്കുന്ന മുൻ നഗരസഭാ ചെയർമാൻ പ്രതിനിധാനം ചെയ്യുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് ആകെയുള്ളത് 8000 വോട്ടാണ്. ഏതാണ്ട് 20,000-ഓളം വോട്ടിന്റെ വിഹിതമുള്ള കത്തോലിക്ക സഭക്കാരൻ തലയെടുപ്പുള്ള ഒരാൾ ഉണ്ടായിട്ട് പോലും ബംഗാളിയെ അന്വേഷിച്ചു പോകേണ്ട ഗതികേടാണ് പാർട്ടിക്കുന്നുള്ളത്. പിറവത്ത് പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ടോമി കെ തോമസ് മത്സരിച്ചാൽ അനൂപിന്റെ കാര്യം തീരുമാനമാകും. വിദ്യാർത്ഥി കോൺഗ്രസ് മുതൽ ടോമിയെ എനിക്കറിയാം. അന്നും ഇന്നും മാണി സാറിനെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ടോമിക്ക് ഒരവസരം കൊടുക്കണം. ഉറപ്പായും പച്ചതൊടും. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് പാർട്ടിയിൽ കൊള്ളാവുന്ന ആൾക്കാരില്ലെന്നാണ്. കൊള്ളാവുന്ന ആൾക്കാരെ വളർത്തിയെടുക്കാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പാർട്ടിക്കാർ പറയാതെ പറയുന്നു. ഉണ്ടായിരുന്നവരെ ഓടിച്ചു കളഞ്ഞു. അതിലൊരാളാണ് ജിൽസ്. ഏതായാലും തോൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ്സുകാരെയെല്ലാം പിടിച്ചു നിർത്തുന്നത്. ഈ കരാർ തൊഴിലാളികളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാർക്കോഴ ആരോപണം ഉണ്ടായ കാലത്തും പിന്നീട് പാർട്ടിയുടെ പിളർപ്പ് കാലത്തും ഒടുവിൽ പാർട്ടിയെ UDF മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കാലത്തും നേതൃത്വത്തോടൊപ്പം ഉറച്ചു നിന്ന സാധാരണക്കാരായ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ വീരചരമമടയാനുള്ള അവസരം എന്തുകൊണ്ടുണ്ടാക്കി കൊടുത്തുകൂടാ? കതറുമിട്ട് നേതൃസ്ഥാനം വഹിച്ച് ഇതിൻ്റെ എല്ലാം ഓണർ നമ്മളാണെന്ന് പറഞ്ഞ് പല പാർട്ടിയിലൂടെ കയറിയിറങ്ങി നടക്കുന്ന താക്കോൽ സ്ഥാനീയരെ പോലെയുള്ളവൻ മാത്രമല്ല, ഒരു നേതൃസ്ഥാനം പോലും ആഗ്രഹിക്കാതെ പാർട്ടിയുടെ അടിത്തറയിൽ പണിയെടുക്കുന്നവർക്ക് വരെ സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ടെന്നെങ്കിലും പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം. പിന്നെ ഇതുപോലെ രാജ്യത്തുള്ള എല്ലാ പാർട്ടികളും കയറിയിറങ്ങി നീങ്ങി നിരങ്ങി ഒടുവിൽ അഭയം തേടി വന്നപ്പോൾ ബൊക്കയും മാലയും കൊടുത്ത് സ്വീകരിച്ച് മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് നിസാര വോട്ടിന് വിജയിപ്പിച്ചെടുത്ത ഒരുത്തൻ ഈ പാർട്ടിയിലുണ്ടല്ലോ. അവനെയും അവൻ്റെ പ്രവൃത്തിയെ മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി കാര്യങ്ങൾ പഠിക്കാൻ. പാർട്ടിയോടും പാർട്ടി ചെയർമാനോടും കൂറ് കാണിക്കാൻ അവനെപ്പോലെയുള്ളവനൊന്നും പറ്റില്ല. അവൻ കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്
നേതൃത്വം മനസ്സിലാക്കണം. വിരുന്നുകാരന് വീട്ടുകാരൻ്റെ അത്രയും കൂറ് ഉണ്ടാകില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.